സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാദവാർഷിക പരീക്ഷ 5ാം ക്ലാസ് ഫിഖ് മോഡൽ ചോദ്യപേപ്പറാണ്. മറ്റൊരു നല്ല വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാത്തവർ അതും കൂടെ കാണുക. ഇതിൽ ഒരുപാട് നല്ല ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കലും തന്നെ നഷ്ടമാവില്ല. മുഴുവൻ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് നേടിയെടുക്കാനും കഴിയും. ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കുക എന്നതാണ്. അതിലൊന്ന് ഫർള് എന്നും പറയപ്പെടും. വാജിബിനാണ് ഫർള് എന്നും പറയപ്പെടുന്നത്. രണ്ടാമത്തത് സമയമായാൽ ഉടൻ നിസ്കരിക്കണം. 3 ലഹരി ദ്രാവകങ്ങൾ സുർക്കയായാൽ ശുദ്ധിയാകും. ഒരു കുപ്പി കള്ളുണ്ടായിരുന്നു, കുറേ നിന്ന് അത് സുർക്കയായി, അങ്ങനെയെങ്കിലെങ്കിൽ ശുദ്ധിയാകും. 4-മത്തത് മൂക്കിൽ നിന്ന് വരുന്ന രക്തം അത് കുറഞ്ഞതാണെങ്കിൽ ഇളവുണ്ട് കേട്ടോ. മൂക്കിൽ നിന്ന് വരുന്നത് കുറഞ്ഞതാണെങ്കിൽ ഇളവുണ്ട്. 5 ഹൈൽ ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം 9 ചാന്ദ്രവർഷം. അപ്പോൾ 9 വർഷം അത് ഏത് വർഷമാണ്? നമ്മുടെ ഗ്രിഗേറിയൻ കലണ്ടറായ ഇംഗ്ലീഷ് കലണ്ടർ അല്ല, പിന്നെ നമ്മുടെ ചന്ദ്ര കലണ്ടറാണ് കേട്ടോ. 6-മത്തത് കൈ, കാൽ, മുഖം എന്നിവ കയറ്റി കഴുകുക. അപ്പോൾ വുളു എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ മേലോട്ടാക്കി കഴുകുക. കയറ്റി കഴുകുമ്പോൾ 2 ഗുണങ്ങളാണ്. ഒന്ന്, എല്ലാ ഭാഗവും മുഴുവനായിട്ട് നനയും. അതൊന്ന്. ചില കുട്ടികളത് എന്താണ്, വുളു എടുത്താലും ചിലപ്പോൾ മടമ്പിൻ്റെ ഭാഗം ഇതൊക്കെ നനയാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കും. രണ്ടാമത്തെ നാൾ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ മുഖവും അതുപോലെ തന്നെ മുൻകൈയും കാലൊക്കെ വെളുത്ത ആൾക്കാരായി മാറും. ഇനി 2-മത്തത് പൂരിപ്പിക്കുക എന്ന ചോദ്യമാണ്. അതിലൊന്നാമത്തത് രാത്രി രക്തം നിന്നാൽ, ഇപ്പോൾ ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ ഒക്കെ രക്തം രാത്രി നിന്നോ ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പ് തന്നെ നോമ്പെടുക്കാം. പിന്നെ എന്താ ചെയ്താൽ മതി? സുബൈ കൊടുത്തിട്ട് കുളിക്കുക, എന്നിട്ട് സുബൈ നിസ്കരിക്കുക. 2-മത്തത് ഒരു വസ്തുവിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കാം. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഒരു തുണി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ തുണിയിൽ നജസ് ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ അത് ശുദ്ധിയുള്ളതാണ്, എനിക്ക് നിസ്കരിക്കാൻ അത് കൊടുക്കാം. 3-മത്തത് പരമാവധി ശ്രമിച്ചിട്ടും നിറം, മണം എന്നിവയിൽ ഒന്ന് നീങ്ങുന്നില്ലെങ്കിൽ, അപ്പോൾ എത്ര കഴുകിയിട്ടും അതിൻ്റെ വാസന അങ്ങ് പോകണില്ല, അല്ലെങ്കിൽ ചിലതിൻ്റെ കാഷ്ടായാലും നിറം പോവില്ല, കളറവിടെ ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ വിരോധമില്ല. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി കൊടുക്കാമല്ലോ. ഇനി 3-മത്തത് നമുക്ക് നോക്കാം. ഓരോ ഉദാഹരണം വീതം എഴുതുക. ഓരോന്നല്ല, അവിടെ സ്ഥലത്തിനനുസരിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്, ബാക്കി പുസ്തകത്തിലുണ്ട്, നിങ്ങൾ നോക്കണം കേട്ടോ. 1-മത്തത് ഹറാമിനിക്കുള്ള ഉദാഹരണം ഏതാണ്? മദ്യപാനം പറയാം, നമുക്ക് കളവ് പറയൽ, ഒരുപാട് ഹറാമുകൾ നമുക്കറിയാം. ബുക്കിലുള്ളതും ഇല്ലാത്തത് രണ്ടും എഴുതി കൊടുക്കാം. 2-മത്തത് മുത്തവസിത്ത് പറഞ്ഞാൽ കടുപ്പം കൂടിയതല്ല, പറ്റ കടുപ്പം കുറഞ്ഞതല്ല, അതിൻ്റെ ഇടയിൽ വരുന്നത് ലഹരി ദ്രാവകങ്ങൾ മുത്തവസിത്തിൽ വരും. ഇനി 3-മത്തത് ഹലാലിനിക്കുള്ള ഒരു ഉദാഹരണം പറയാം. വിലയുള്ള ചെരുപ്പ് ധരിക്കൽ അല്ലെങ്കിൽ വിലയുള്ള വസ്ത്രം ധരിക്കലൊക്കെ ഹലാലാണ് എടാ, തെറ്റില്ല. 4-മത്തത് ഫർള് കിഫായ. ഫർള് അയിനുണ്ട്, ഫർള് കിഫയുണ്ട്, 2 ഫർളുണ്ട്. അതിൽ ഫർള് കിഫായക്കുള്ള ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് മയ്യത്ത് നിസ്കാരം പറയാം. എല്ലാവരും നിസ്കരിക്കണം എന്നില്ല, കുറച്ച് ആൾക്കാർ നിസ്കരിച്ചാൽ തന്നെ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ആരും നിസ്കരിച്ചില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാവും ചെയ്യും. ഇനി 4-മത്തത് 2 വീതം എഴുതാം എന്ന ചോദ്യമാണ്. അവിടെയും 2 എഴുതി കൊടുത്തിട്ടുള്ളൂ, ചിലതിൽ 3 ഉണ്ടാകും. ബാക്കി നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. വുളുവിൻ്റെ സുന്നത്തുകൾ ഒരുപാട് നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ തല മുഴുവൻ തടവുക, ഒക്കെ നിങ്ങളെ ഓർമ്മയിലുണ്ടാവും എപ്പോഴും. പിന്നെ അവയവങ്ങൾ ഉരച്ച് കഴുകുക. അവയവങ്ങൾ വെറുതെ വെള്ളം ആക്കുന്നതിന് പകരം ഒന്ന് ഉരച്ചു കൊടുക്കുക കൈകൊണ്ട്. പിന്നെ കൈകാലുകളിൽ വലതിനെ മുന്തിക്കുക, വലത്തെ കൈ വലത്തെ കാലൊക്കെ ആദ്യം കഴുകുക. ഇനി 2-മത്തത് ഹൈല്, നിഫാസ് എന്നിവ കൊണ്ട് ഹറാമായവ ഒരുപാടുണ്ട്. നിസ്കരിക്കാൻ പറ്റില്ല, നോമ്പെടുക്കാൻ പറ്റില്ല, പള്ളിയിൽ താമസിക്കാൻ പറ്റില്ല, പള്ളിയിലൂടെ അങ്ങ് വിട്ട് കിടക്കാം. ഇപ്പോൾ പള്ളിയിലൂടെ ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയാണ് പോവാം, അപ്പോൾ വിട്ട് കിടക്കാൻ പറ്റും. പക്ഷേ താമസിച്ച് അവിടെ നിൽക്കാൻ പറ്റില്ല, തവാഫ് ചെയ്യാൻ പറ്റില്ല, സംയോഗം ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഹൈല്, നിഫാസ് കൊണ്ട് ഹറാമായതാണ്. ഇനി 3-മത്തത് ഇളവുള്ള നജസ്സുകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? ഈച്ചയുടെ കാഷ്ടം, വവ്വാലിൻ്റെ മൂത്രമുണ്ട്, കാഷ്ടമുണ്ട്, പിന്നെ മൂക്കിൽ നിന്ന് വരുന്ന കുറഞ്ഞ രക്തം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ ഇളവുണ്ട്. ഇനിയുണ്ട്, പുസ്തകം നോക്കുക. എന്തായാലും ചുരുങ്ങിയത് 2-3 എല്ലാത്തിനും പഠിച്ചു വെക്കുക. ഇനി 3 വിധം നജസ്സുകളിൽ 2 ഏതാണ്? അപ്പോൾ നജസ്സുകൾ 3 വിധത്തിൽ വരും. മുഖഫഫായത്, വളരെ ലഘുവായത്, മുത്തവസിത്ത്, അതിൻ്റെ മിഡിൽ നടുവിൽ വരുന്നത്, മുവല്ലത്, കടുപ്പമുള്ള നജസ്സുകൾ. അപ്പോൾ 3 എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക.
ഇനി അടുത്തത് ഉത്തരം എഴുതാമെന്ന ചോദ്യം. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല വീഡിയോകൾ സമയമെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളോട് സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അവസാനം താങ്ക്സോ അൽഹംദുലില്ലയോ എഴുതി അറിയിക്കുക. അഞ്ചാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതിൽ 1. 2 മുൻകൈ ഒന്നിച്ച് കഴുകുന്നതോടൊപ്പം ചൊല്ലേണ്ടത് എന്താണ്? 2 മുൻകൈ ഒന്നിച്ച് കഴുകുന്നതോടൊപ്പം അഊദു, ബിസ്മി, 2 ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതാണ് 2 ഷഹാദത്ത് കലിമ. അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തുഹൂറ എന്നിവ ചൊല്ലുക. പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2 ഇസ്തിഹാദത്ത് എന്നാൽ എന്താണ്? ഹൈള് നിഫാസിൻ്റെ സമയത്തല്ലാതെ വരുന്ന രക്തമാണ് ഇസ്തിഹാദത്ത്. ഇനി മൂന്നാമത്തത് നിസ്കാരം സാധുവാകാൻ ശുദ്ധിയായിരിക്കേണ്ട 3 കാര്യങ്ങൾ. നിസ്കാരം ശരിയാവാൻ 3 കാര്യങ്ങൾ ശരിയാവണം. ഏതൊക്കെയാണ്? നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം നജസ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നജസ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം, ഇതൊക്കെ നജസിൽ നിന്ന് ശുദ്ധിയാവണം. ഇനി നാലാമത്തത് മുഖഫഫായ നജസിന് ഉദാഹരണം നമുക്കറിയാം. 2 വയസ്സ് പൂർത്തിയാവരുത്, 2 ബർത്ത്ഡേ ആവരുത്. ഒരു ബർത്ത്ഡേ കയ്യാവും, ഒരു ബർത്ത്ഡേ കയ്യാവും, പക്ഷേ രണ്ടാമത്തെ ബർത്ത്ഡേ കയ്യരുത്. 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത, ആ കുട്ടി പാലല്ലാത്ത വേറൊന്നും കഴിക്കരുത്. പൊടിയോ ബിസ്ക്കറ്റോ അങ്ങനത്തെ ഒന്നും കഴിക്കുന്ന കുട്ടിയല്ല. അങ്ങനത്തെ ആൺകുട്ടികളുണ്ടോ? ബോയ്സ് ഉണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ മൂത്രം വളരെ ലഘുവായ മൂത്രമാണ്. അതൊന്ന് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി, കഴുകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് 6 വായിക്കാം. പട്ടിക പൂർത്തിയാക്കാം എന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പട്ടിക രൂപത്തിലല്ലെങ്കിലും ചോദ്യരൂപത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഹൈല്, നിഫാസ് എന്നിങ്ങനെ 2 എണ്ണമാണ്. അതിൽ കുറഞ്ഞത്, ഹൈലിൻ്റെ കുറഞ്ഞത് 1 ദിവസമാണ്. സാധാരണ 6-7 ദിവസവും, പിന്നെ ഏറ്റവും കൂടി വരുന്നാൽ 15 ദിവസവുമാണ്. നിഫാസിലേക്ക് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അല്പസമയം. പിന്നെ സാധാരണഗതിയിൽ 40 ദിവസം വരെ, പിന്നെ കൂടിക്കഴിഞ്ഞാൽ അത് 60 ദിവസം വരെ. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 7 വ്യക്തമാക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചോദ്യപേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 4 ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിലൊന്ന് ഹൈല്, ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ്. 2 മുഅല്ലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നായ, പന്നി എന്നിവയും ഇവയിൽ ഒന്ന് മറ്റൊരു ജീവിയോടുകൂടി ജനിച്ചവയും. അപ്പോൾ ഇതൊക്കെ മുഅല്ലലായ നജസിൽ വരുന്നതാണ്. ഇനി സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ്. നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. ഹൈദും നിഫാസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ഏറ്റവും ലാസ്റ്റത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്തുക എന്ന ചോദ്യമാണ്. അതിലൊന്ന് മനുഷ്യൻ്റെ ശവം നജസാണ്. മനുഷ്യൻ്റെ ശവം നജസാണോ? അല്ല. ശവം നജസല്ലാത്ത 3 ഉണ്ട്: മനുഷ്യൻ, മത്സ്യം, ജറാദ്. ഇനി 2 കുല്ലത്ത് വെള്ളം ഏകദേശം 200 ലിറ്റർ. ശരിയാണ്. പിന്നെ 3 മുബാഹ് എന്നത് സുന്നത്തിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ സുന്നത്തിന് വേറെയും പേരുകളുണ്ട് എന്ന് മനസ്സിലായല്ലോ. മുബാഹ് വരുന്നുണ്ട്, നഫിൽ വരുന്നുണ്ട്, ഒക്കെ സുന്നത്തിൻ്റെ മറ്റു പേരുകളാണ്. 4 ഇസ്തിഹാദത്തുള്ളപ്പോൾ നിസ്കരിക്കണം. ഇസ്തിഹാദത്തുള്ളപ്പോൾ ഹൈലും നിഫാസും അല്ലാത്ത രക്തമാണല്ലോ ഇസ്തിഹാദത്ത്, അപ്പോൾ അതുള്ള സമയത്ത് നിസ്കരിക്കണം, അത് ശരിയാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരു തവണ കേട്ടിട്ട് ഫുള്ള് പഠിഞ്ഞില്ലെങ്കിൽ മറ്റൊരു തവണ കൂടെ കേൾക്കുക, ഒരിക്കലും നഷ്ടമാവില്ല. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയും നല്ല നല്ല വീഡിയോകൾ ഉണ്ടാവണം. എല്ലാ നിലക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ ചെയ്യുക. ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.